2007 സെപ്റ്റംബർ 22 ഡർബനിലെ കിങ്സ്മിഡ് സ്റ്റേഡിയത്തിൽ പ്രഥമ ട്വന്റി ലോകകപ്പ് സെമിയിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടുകയാണ്. കങ്കാരുക്കളെ കണ്ടാൽ ഹാലിളകുന്ന യുവിയുടെ കൂറ്റിനടിയിൽ ഇന്ത്യ അടിച്ചുകൂട്ടിയത് 188 റൺസ്. മൈറ്റിയോസിനെ പിടിച്ചുകെട്ടാൻ ഇത് മതിയാകുമോ എന്ന ഇന്ത്യൻ ആരാധകർ തെല്ലും ഭയന്നാണ് ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് കാണുന്നത്. പവർ പ്ലേ ഇന്ത്യക്കായി പന്തെടുത്തത് എസ് ശ്രീശാന്തും RP സിംഗും. അപകടകാരികളായ ഹേഡനും ഗിൽക്രിസ്റ്റും ഇന്ത്യയെ കൊന്നു തിന്നാനുള്ള ആവേശത്തിൽ നിൽക്കുകയാണ്. ആദ്യ 2 ഓവറിൽ കാര്യമായ റൺസ് കണ്ടെത്താൻ ഓസീസിന് കഴിഞ്ഞില്ല. 3-ാം ഓവറിൽ പായിച്ച 6-ലൂടെ ഗിൽക്രിസ്റ്റ് നയം വ്യക്തമാക്കി. 4-ാം ഓവറിലെത്തിയത് മലയാളികളുടെ സ്വന്തം ശ്രീ. പേരുകേട്ട ഓസീസ് ഓപ്പണർ മാത്യു ഹേഡനെ വിറപ്പിച്ചുകൊണ്ട് ശ്രീയുടെ പന്തുകൾ മൂളിപ്പാൻ. മത്സരത്തിലെ ആദ്യ മേട്. 5-ാം ഓവറിൽ RP സിംഗിനെ അതിർത്തി കടത്തി ഗില്ലി ഇന്ത്യക്ക് മേൽ ഭയമെതിറി. അടിച്ചെടുത്തത് 17 റൺസ്. പവർ പ്ലേയിൽ തന്നെ 3-ാം ഓവറും മഹേന്ദ്ര സിംഗ് ധോനി ശ്രീശാന്തിനെ ഏൽപ്പിച്ചു. 6-ാം ഓവറിലെ ആദ്യ പന്ത് പുള്ളെങ്കിൽ വന്ന പന്തിന്റെ ഗതി അറിയാതെ ഗിൽക്രിസ്റ്റ് ഡ്രൈവ് ചെയ്തു. ഞൊടിയിടയിൽ ഗില്ലിയുടെ മിഡിൽ സ്റ്റംപ് പറന്നു. ഓസീസിന് മേൽ ഇന്ത്യയുടെ ആദ്യ പന്ത്. മാത്യു ഹേഡനും ആൻഡ്രൂ സൈമൺസും ചേർന്ന ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കളി തട്ടിയെടുക്കുന്നു തോന്നിയ സമയം ക്യാപ്റ്റൻ ധോണി വീണ്ടും പന്ത് ശ്രീശാന്തിന് നൽകി. മടങ്ങിവരവിലെ 2-ാം പന്തിൽ സൈമൺ ശ്രീശാന്തിനെ ബൗണ്ടറി കടന്നു. അടുത്ത പന്തിൽ 1 റൺസ്. ക്രീസിൽ അർദ്ധ സെഞ്ചുറിയുമായി ഹേഡൻ. എറോൺ ദി സ്റ്റംപിൽ നിന്ന് ശ്രീയുടെ അതിവേഗ യോർക്കർ. മിന്നും ഫോമിലുള്ള ഹേഡന്റെ സ്റ്റംപ് വായുവിൽ പറന്നു. മത്സരത്തിൽ ഇന്ത്യക്ക് 15 റൺസിന്റെ തകർപ്പൻ ചെയ്യും. 4 ഓവറുകൾ എറിഞ്ഞ് ശ്രീ ആകെ വഴങ്ങിയത് 12 റൺസ്. ഒരു മെയ്ഡനടക്കം ആകെ എറിഞ്ഞ 24 പന്തുകളിൽ 16 ഡോട്ട് ബോൾ. സ്പെല്ലിൽ ഒരു വൈഡോ നോബോളോ ഉണ്ടായിരുന്നില്ല. 2020 ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇപ്പോഴും നോക്കൌട്ട് റൗണ്ടിലെ മികച്ച ബോളിംഗ് പ്രകടനങ്ങളിൽ ഒന്നാണ് ശ്രീശാന്ത് ഡർബനിൽ കാഴ്ചവെച്ചത്. സ്ലെഡ്ജിങ്ങിൽ ഒരു മടിയുമില്ലാത്ത ഓസീസ് നിരയോട് നെഞ്ചി വിരിച്ചു നിന്ന മലയാളി പയ്യന്റെ അഗ്രസീവ് ബോളിങ്ങിന് മറുപടി ഉണ്ടായിരുന്നല്ലോ ഡർബനിൽ. ഏറ്റുമുട്ടാൻ വന്നവർക്ക് മുന്നിൽ അതേ ഭാഷയിൽ അന്നും എന്നും ശ്രീശാന്ത് കളത്തിൽ തുടർന്നു. അഗ്രസീവ് ക്രിക്കറ്റിന് ഏറെ ആരാധകരുള്ള ഇക്കാലത്താണ് ശ്രീശാന്ത് കളിച്ചിരുന്നെങ്കിൽ അംഗീകാരം കിട്ടിയേനെ. അന്നത്തെ ശ്രീശാന്തിനെ അംഗീകരിക്കാൻ വലിയൊരു വിഭാഗം മലയാളികൾക്കും വിമുഖത ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 2020 ലോകകപ്പ് എന്ന് കേൾക്കുമ്പോൾ ആരാധകരുടെ മനസ്സിലേക്ക് എത്തുന്ന നിമിഷങ്ങളിൽ ശ്രീശാന്തിന്റെ മുഖമുണ്ടാകുമെന്ന് ഉറപ്പാണ്.